Wtsapp guys, ബോക്സ്മെന്റിന്റെ നാസമാണ്. എന്നോട് ഒരുപാട് ആളുകൾ ചോദിച്ച കാര്യമാണ് ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് നമുക്ക് പണം ഏൺ ചെയ്യാൻ സാധിക്കുമോ എന്ന്. ഉറപ്പായിട്ടും ഇൻസ്റ്റാഗ്രാമിൽ നിന്നും നമുക്ക് പണം ഏൺ ചെയ്യാൻ സാധിക്കും. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് ഇൻസ്റ്റാഗ്രാമിൽ തുടക്കക്കാരനായിട്ടുള്ള ഒരാൾക്കും അതേപോലെ തന്നെ നല്ല ഫോളോവേഴ്സ് ഉള്ള ആളുകൾക്കും എങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ നിന്നും നല്ലൊരു റവന്യൂ ജനറേഷൻ ചെയ്യാൻ പറ്റുന്നതെന്നാണ്. വീഡിയോ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ തന്നെ ഒന്ന് കാണാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിച്ചേക്കുക. അധികം വൈകിക്കേണ്ട, നേരെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ലെറ്റ്സ് ഗോ. പല ആളുകൾക്കും ഇപ്പോഴും ഡൗട്ടാണ് ഇൻസ്റ്റാഗ്രാമിൽ നിന്നും എങ്ങനെയാണ് പണം ഏൺ ചെയ്യാൻ സാധിക്കുന്നതെന്ന്. ഒരുപാട് ക്യാഷുകൾ ഉണ്ടാക്കുന്ന ആളുകൾ വരെ ഇൻസ്റ്റാഗ്രാമിലുണ്ട്. ഇൻസ്റ്റാഗ്രാം വഴി നമുക്ക് 6 തരത്തിലാണ് പണം സമ്പാദിക്കാൻ പറ്റുന്നത്. അതിൽ ആദ്യത്തെ ഘടകം എന്ന് പറയുന്നത് എല്ലാ ആളുകൾക്കും ഇനേബിൾ ആക്കി ഇൻസ്റ്റാഗ്രാം തന്നിരിക്കുന്ന ഒരു വഴിയാണ് ബ്രാൻഡഡ് കണ്ടന്റ് എന്ന് പറയുന്നത്. ഇതിനു വേണ്ടിയുള്ള ക്രൈറ്റീരിയ എന്ന് പറയുന്നത് നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് പ്രൊഫഷണൽ മോഡിലേക്ക് സ്വിച്ച് ചെയ്യുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിന്റെ കമ്മ്യൂണിറ്റി വയലേഷൻസോ കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് കാണരുത്. ബ്രാൻഡഡ് കണ്ടന്റ് വഴി എങ്ങനെയാണ് നിങ്ങൾക്ക് പണം ഏൺ ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഒരു കമ്പനിയെ പ്രൊമോട്ട് ചെയ്തുകൊണ്ട്, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞു തരാം. നമ്മളൊരു റീൽ പോസ്റ്റ് ചെയ്യുകയാണ്, അതിൽ നമ്മൾ ഒരു ബ്രാൻഡഡ് ആയിട്ടുള്ള ഒരു കണ്ടന്റ് ഇടുകയാണ് എന്ന് വെച്ചാൽ, നമ്മൾ ഇട്ടുകൊണ്ടിരിക്കുന്ന ടീഷർട്ട് അല്ലെങ്കിൽ ക്യാപ്പ്, ഷൂ ഏതെങ്കിലും ഒരു സ്പെസിഫൈ ആയിട്ടുള്ള കമ്പനിയുടെ ആണെന്ന് നിങ്ങൾ കരുതുക. എന്ന് വെച്ചാൽ അഡിഡാസ്, പ്യൂമ, റീബോക്ക്, നൈക്കി ഇതേപോലെയുള്ള ഏതെങ്കിലും ഒരു ബ്രാൻഡിന്റെ ആണെങ്കിൽ നമുക്ക് ബ്രാൻഡ് കണ്ടന്റ് വഴി നമുക്ക് കൊളാബ് ചെയ്യാൻ സാധിക്കും. ഈ ഒരു കൊളാബ് അവർ അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു പ്രൊഡക്റ്റ് ആരെങ്കിലും വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്നും ഒരു വരുമാനം ഏൺ ചെയ്യാൻ പറ്റും. ഇതാണ് ബ്രാൻഡഡ് കണ്ടന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രൊഫഷണൽ അക്കൗണ്ടിലേക്ക് സ്വിച്ച് ചെയ്തിരിക്കുന്ന എല്ലാവർക്കും മോണിറ്റൈസേഷൻ സെക്ഷനിൽ ചെന്ന് കഴിഞ്ഞാൽ ഈ ഒരു ബ്രാൻഡഡ് കണ്ടന്റ് എന്നുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് ഗിഫ്റ്റ് ഓപ്ഷൻ ആണ്. ഇപ്പോൾ ഒട്ടുമിക്ക ക്രിയേറ്റേഴ്സിനും ഈ ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഇതിനു വേണ്ടിയും നിങ്ങളുടെ അക്കൗണ്ട് പ്രൊഫഷണൽ അക്കൗണ്ടിലേക്ക് നിങ്ങൾ സ്വിച്ച് ചെയ്യേണ്ടതുണ്ട്. ആദ്യം ഇത് US, കാനഡ പോലെയുള്ള രാജ്യങ്ങളിലായിരുന്നു. ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിലേക്കും വന്നിട്ടുണ്ട്. ഒരു 90% ആളുകൾക്കും ഗിഫ്റ്റ് ഓപ്ഷൻ വന്നിട്ടുണ്ട്. സിമ്പിളാണ്. നമ്മുടെ ഒരു റീൽ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതേപോലെ ഗിഫ്റ്റ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മുടെ ഫോളോവേഴ്സിന് നമുക്ക് നമ്മുടെ റീൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവർക്ക് ഗിഫ്റ്റ് തരാൻ സാധിക്കും. ഇതിൽ നിന്ന് നമുക്ക് ഏകദേശം 45 രൂപ മുതൽ 450 രൂപ വരെ ഒരു ഗിഫ്റ്റിൽ നിന്ന് നമുക്ക് ഏൺ ചെയ്യാൻ സാധിക്കും. ഗിഫ്റ്റ് എങ്ങനെയാണ് പ്രോപ്പർ ആയിട്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ട് പേയ്മെന്റ് മെത്തേഡ്സ് ഒക്കെ ആഡ് ചെയ്യുന്നതെന്നുള്ള വീഡിയോ നമ്മുടെ ഇതിന് മുന്നേ ചാനൽ ഇട്ടിട്ടുണ്ട്. ഇൻസ്റ്റാഗ്രാം മോണിറ്റൈസേഷൻ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം അപ്ഡേഷൻ എന്ന് പറയുന്ന പ്ലേലിസ്റ്റ് നോക്കിയാൽ കാണാം. അതിന്റെ ഒരു ലിസ്റ്റ് ഞാൻ ഐ ബട്ടണിൽ കൊടുത്തേക്കാം, നിങ്ങൾക്ക് കയറി കണ്ടു നോക്കാൻ പറ്റുന്നതാണ്. ഇൻസ്റ്റാഗ്രാം വഴി മൂന്നാമതായിട്ട് നമുക്ക് പണം ഏൺ ചെയ്യാൻ പറ്റുന്നതാണ് ആഡ്സ് ഓൺ റീൽ എന്നുള്ള ഓപ്ഷൻ. അതിപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ നിലവിൽ വന്നിട്ടില്ല. USA, കാനഡയിലാണ് ഇപ്പോൾ റൺ ആയിക്കൊണ്ടിരിക്കുന്നത്. അധികം വൈകാതെ തന്നെ നമ്മുടെ ഇന്ത്യയിലേക്ക് ഈ ഒരു ഓപ്ഷൻ വരുന്നതായിരിക്കും. ആഡ്സ് ഓൺ റീൽസ് എങ്ങനെയാണ് വർക്ക് ആകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫേസ്ബുക്കിലൊക്കെ നമ്മൾ കാണാറുണ്ട് ഏതെങ്കിലും ഒരു റീലിന്റെ അടിയിൽ ഒരു അഡ്വർടൈസ്മെന്റ് പോസ്റ്റർ രീതിയിൽ വരാറുണ്ട്. ഈ ഒരു രീതിയിൽ തന്നെയാണ് ആഡ്സ് ഓൺ റീൽ നമുക്ക് ഇൻസ്റ്റാഗ്രാമിലും വർക്ക് ആകുന്നത്. ഇതിന് ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഓൺ കണ്ടന്റ്, നമ്മൾ സ്വന്തമായിട്ട് ചെയ്യുന്ന കണ്ടന്റ് ആയിരിക്കണം നമ്മൾ റീൽസ് ആയിട്ട് പോസ്റ്റ് ചെയ്യുന്നത്. എങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു ഓപ്ഷൻ അവൈലബിൾ ആയി കിട്ടത്തുള്ളൂ. കോപ്പി റൈറ്റഡ് ആയിട്ടുള്ള കണ്ടന്റ് ഒന്നും കാണാനും പാടില്ല. ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് നാലാമതായിട്ട് റവന്യൂ ജനറേഷൻ ചെയ്യാൻ വേണ്ടി വരുന്ന ഒരു കാര്യമാണ് ആഡ്സ് ഓൺ പ്രൊഫൈൽ ഫീഡ് എന്നുള്ള ഓപ്ഷൻ. അതും ഇപ്പോൾ US-ലും കാനഡയിലും മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. നമ്മുടെ റീൽസ് വഴി നമ്മുടെ പ്രൊഫൈലിൽ റീൽസ് കാണുന്ന ഒരാൾക്ക് റീൽസ് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ആഡ്സ് നമ്മുടെ റീൽസിന് ഇടയിൽ വരുന്ന ആ ഒരു കാര്യമാണ് ആഡ്സ് ഓൺ റീൽസ് എന്ന് പറയുന്നത്. നമ്മുടെ റീൽസ് ഇൻസ്റ്റാഗ്രാം വഴി ആരെങ്കിലും കാണുകയാണ്, ആ ഒരു വഴി നമ്മുടെ പ്രൊഫൈലിലേക്ക് ക്ലിക്ക് ചെയ്ത് അവർ വന്നു കഴിയുകയാണെങ്കിൽ നമ്മുടെ ഓരോ റീൽസിനും ഇടയിലായിട്ട് ആഡ്സ് കാണാൻ സാധിക്കും. ഈ ഒരു ആഡ്സിന്റെ 51% നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുന്നതുമായിരിക്കും. ദെൻ അഞ്ചാമതായിട്ട് വരുന്ന ഓപ്ഷനാണ് സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ. 10K ഫോളോവേഴ്സ് ഉള്ള എല്ലാ ആളുകൾക്കും സബ്സ്ക്രിപ്ഷൻ ഓപ്ഷൻ വരാൻ ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. ഇത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് സബ്സ്ക്രിപ്ഷൻ ഫീഡ് നമ്മുടെ പ്രൊഫൈലിലേക്ക് കൊണ്ടുവരാം എന്നുള്ള വീഡിയോ ഇതിനു മുമ്പ് നമ്മുടെ ചാനൽ നമ്മൾ ഇട്ടിട്ടുണ്ട്. കാണാത്ത ആളുകൾക്ക് വേണ്ടി ഞാൻ ഐ ബട്ടണിൽ കൊടുത്തിരിക്കാം. ഇല്ലെങ്കിൽ നിങ്ങൾ ഇൻസ്റ്റാഗ്രാം അപ്ഡേഷൻ, ഇൻസ്റ്റാഗ്രാം മോണിറ്റൈസേഷൻ എന്നുള്ള പ്ലേലിസ്റ്റ് നമ്മുടെ ചാനലിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും പ്രോപ്പർ ആയിട്ട് എങ്ങനെയാണ് സബ്സ്ക്രിപ്ഷൻ ഓപ്ഷൻ നമ്മുടെ പ്രൊഫൈലിലേക്ക് കൊണ്ടുവരുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അതേപോലെ തന്നെ സബ്സ്ക്രിപ്ഷന്റെ ടാക്സ് ഇൻഫോ എങ്ങനെയാണ് ആഡ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ട് തന്നെ ആ ഒരു വീഡിയോ കണ്ടാലും മനസ്സിലാകും. ഈ ഒരു ഓപ്ഷൻ വഴി എങ്ങനെയാണ് പണം സമ്പാദിക്കാൻ പറ്റുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സബ്സ്ക്രിപ്ഷൻ ഓപ്ഷൻ നമ്മുടെ പ്രൊഫൈൽ ഫീഡിൽ വന്നു കഴിഞ്ഞാൽ ഒരു നിശ്ചിത എമൗണ്ട് നമുക്ക് നമ്മുടെ സബ്സ്ക്രിപ്ഷൻ എടുക്കുന്ന ആളുകൾക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും. 45 രൂപ മുതൽ 450 രൂപ വരെയാണ് ഇതിന്റെയും ഒരു റേറ്റ് എന്ന് പറയുന്നത്. നമ്മുടെ ഫോളോവേഴ്സ് അല്ലെങ്കിൽ നമ്മളെ ഇഷ്ടപ്പെടുന്ന ആളെങ്കിലും നമ്മുടെ
സബ്സ്ക്രിപ്ഷൻ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ അവരുടെ കയ്യിൽ നിന്നും ഒരു 45 രൂപ അല്ലെങ്കിൽ 450 രൂപ കട്ടായതിനു ശേഷം അത് നമ്മുടെ അക്കൗണ്ടിലേക്ക് വരികയും ആ രീതിയിലാണ് സബ്സ്ക്രിപ്ഷൻ വഴി നമുക്ക് ഏൺ ചെയ്യാൻ സാധിക്കുന്നത്. അവസാനമായിട്ട് ഇൻസ്റ്റാഗ്രാമിൽ കൂടി നമുക്ക് പണം ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്, അത്യാവശ്യം ഫോളോവേഴ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ പണം ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് പെയ്ഡ് പ്രൊമോഷൻ അല്ലെങ്കിൽ പെയ്ഡ് പാർട്ണർഷിപ്പ് ലേബൽ എന്ന് പറയും. ഇതുവഴി നിങ്ങൾക്ക് നല്ല രീതിയിൽ ഏൺ ചെയ്യാൻ സാധിക്കും. നിങ്ങൾ പറയുന്ന എമൗണ്ട് ആണ് ഇതുവഴി നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. ഒരു കമ്പനി നമ്മളെ അപ്രോച്ച് ചെയ്യുകയാണ്, ഇന്ന പ്രൊഡക്റ്റ് നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം റീലിലൂടെ നിങ്ങൾ പ്രൊമോട്ട് ചെയ്യാമോ, അതിന് ഞങ്ങൾ ഇത്ര രൂപ തരാമെന്ന് പറയും. നമ്മൾ അവരുമായിട്ട് നല്ലൊരു ധാരണയിൽ എത്തിയതിനു ശേഷം നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് ആണെങ്കിൽ നമുക്ക് പെയ്ഡ് പ്രൊമോഷൻ ചെയ്യാൻ സാധിക്കും. ഈ ഒരു 6 വഴികളാണ് ഇൻസ്റ്റാഗ്രാമിൽ നിന്നും പണം സമ്പാദിക്കാൻ വേണ്ടി പറ്റുന്ന വഴികൾ എന്ന് പറയുന്നത്. ഇതിൽ ഏതെങ്കിലും ഓപ്ഷൻ നിങ്ങൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ പറ്റുന്നതാണ്. അതേപോലെ തന്നെ ഈ ഒരു ഓപ്ഷൻസ് ഒന്നും നിങ്ങളുടെ അക്കൗണ്ടിൽ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുക. ഇതിനുവേണ്ടി നിങ്ങളുടെ അക്കൗണ്ട് പെട്ടെന്ന് തന്നെ പ്രൊഫഷണൽ അക്കൗണ്ടിലേക്ക് നിങ്ങൾ കൺവേർട്ട് ചെയ്യുക. അതേപോലെ തന്നെ കമ്മ്യൂണിറ്റി വയലേഷൻസോ കാര്യങ്ങളൊന്നും നിങ്ങൾ വരുത്താതിരിക്കുക. എന്നിട്ട് നിങ്ങളുടെ സ്വന്തം കണ്ടന്റ് നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഈ ഒരു കാര്യങ്ങളെല്ലാം നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ വരികയും ഇൻസ്റ്റാഗ്രാം വഴി നമുക്ക് സമയം കൊല്ലാതെ കുറച്ച് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റുകയും ചെയ്യുന്ന മാർഗ്ഗങ്ങളാണ്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ട് കാണുമെന്ന് കരുതുകയാണ്. ഇന്നത്തെ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്തതിന് ശേഷം ഷെയർ ചെയ്തുകൂടി കൊടുത്തേക്കുക. മറ്റൊരു നല്ല വീഡിയോ കാണുമ്പോൾ നാസ്മി സൈനിങ് ഓഫ്. താങ്ക് യു.